ഹായ്, നമുക്കിന്ന് ബ്രെഡ് വെച്ചൊരു എഗ് റോൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ ഒരു പകുതി തക്കാളി കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് പൊടികളായി മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മസാല വേവിച്ചെടുക്കാം. ഇനി ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡെല്ലാം മുറിച്ചെടുക്കാം. ഈ മുറിച്ച സൈഡ് കളയരുത്. അതൊരു പാനിലിട്ട് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയാവും. ഇനി സൈഡ് മുറിച്ച് മാറ്റിയ ബ്രെഡ് ഓരോന്നും അറ്റം വെള്ളത്തിൽ ചെറുതായി ഒന്ന് ഡിപ്പ് ചെയ്ത് പ്രസ് ചെയ്തെടുത്ത് അതിൻ്റെ നടുവിൽ കോഴിമുട്ട പുഴുങ്ങി ഒരെണ്ണത്തിന് 4 ആക്കി മുറിച്ചത് ഒരു പീസ് വെച്ച് അതിൽ കുറച്ച് മസാല കൂടി വെച്ച് മുകളിൽ ഒരു ബ്രെഡ് കൂടി അതുപോലെ വെച്ച് കൊടുത്ത് സൈഡെല്ലാം നല്ലോണം അമർത്തി ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാതും ആക്കിയെടുക്കണം. ഒരു റോൾ ഉണ്ടാക്കാനായിട്ട് 2 ബ്രെഡാണ് ആവശ്യമുള്ളത്. ഇനി റോൾ ചെയ്ത് വെച്ചതെല്ലാം മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കിയെടുത്ത് നേരത്തെ പറഞ്ഞ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ റോളുകളെല്ലാം ചൂടായ എണ്ണയിലിട്ട് 2 സൈഡും ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയ ബ്രെഡ് എഗ് റോൾ റെഡിയായി. ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടെ കുറച്ച് കെച്ചപ്പ് കൂടി ആവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.